അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ജി എസ് ടി ലേണിങ്ങിനെ കുറിച്ചോ അതേപോലെ അക്കൗണ്ടിംഗ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലാണ്. കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിംഗ് ടിപ്സ്, അതേപോലെ ജി എസ് ടി എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് വിവരങ്ങളും അതേപോലെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ITR 1 എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ITR 1 എന്ന് പറഞ്ഞാൽ മെജോറിറ്റി നമ്മളെ സാലറീഡ് പേഴ്സൺ അതേപോലെ മറ്റേ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ITR 1 യൂസ് ചെയ്യണത്. അപ്പോൾ ITR 1 നമുക്ക് വ്യത്യസ്ത ഫോമുകളുണ്ട്. ITR 1, ITR 2, 4, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വ്യത്യസ്ത തരം ഫോമുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ബേസിക്കായിട്ടൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ITR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ITR 1 form is filed by the taxpayers and the individuals who are resident with the total income up to INR 50 lakhs when the income is from salaries, one house property, other source interest dividend and agriculture income up to INR 5,000. അതായത് ITR 1 ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം 5,000-നുള്ളിലായിരിക്കണം. കൂടാതെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഹൗസ് പ്രോപ്പർട്ടിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. 2-ൽ കൂടുതലാണെങ്കിൽ ITR 1 നമുക്ക് എലിജിബിൾ അല്ല ചെയ്യാൻ. അപ്പോൾ നമ്മൾ ITR 2-ഓ 3-ഓ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. കൂടാതെ തന്നെ നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 50 lakhs, അതായത് 50 ലക്ഷത്തിന് ഉള്ളിലായിരിക്കണം നമ്മളെ ഇൻകം. കൂടാതെ തന്നെ നമ്മളൊരു റെസിഡൻ്റ് ആയിരിക്കണം, അതായത് നമ്മളൊരു ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. അതാണ് മെയിനായിട്ട് ITR 1 ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി പറഞ്ഞത്. അതായത് 5,000-നുള്ളിലായിരിക്കണം അഗ്രികൾച്ചറൽ ഇൻകം, സാലറീഡ് പേഴ്സൺ ആയിരിക്കണം, പിന്നെ 1 ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം, പിന്നെ അതേപോലെ നമ്മൾ അതർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളായിരിക്കണം. കൂടാതെ നമുക്ക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തിനുള്ളിലായിരിക്കണം. ആ കേസിലാണ് നമ്മൾ ITR 1 നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ പൊതുവേ ഒരു സാലറീഡ് പേഴ്സണൊക്കെ ITR 1 ആണ് യൂസ് ചെയ്യുക. പിന്നെ കൂടാതെ ITR 2 യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം, അതായത് ബിസിനസ് എന്നോ ഒരു പ്രൊഫഷൻ എന്നോ ആണെങ്കിൽ അവർ ITR 2 തന്നെ ചൂസ് ചെയ്യണം. അതായത് ITR 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അങ്ങനത്തെ കേസിൽ ITR 2 ആണ്. അത് 50 lakhs എബോവ് ആണ്, അപ് ടു 2 crore ആണ്. 2 കോടിയുടെ താഴെ ആയിരിക്കണം, 50 ലക്ഷത്തിന് മേലായിരിക്കണം. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ITR 2 ഫോളോ ചെയ്യുന്നത്. അതേപോലെ ITR 3 ഫോം ക്യാൻ ബി ഫൈൽഡ് ബൈ ദോസ് ഇൻഡിവിജ്വൽ ഇൻ ടു അൺഡിവിഡഡ് ഫാമിലി ഹാവ് ഇൻകം ഫ്രം പ്രൊപ്പറേറ്ററി ബിസിനസ്, അതായത് പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം അങ്ങനത്തെ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്, അതേപോലെ പ്രൊഫഷന്, 2 തരം. നമുക്കൊരു ബിസിനസ്സും പ്രൊഫഷനും കൂടി ഉണ്ടെങ്കിൽ, അതായത് നമ്മളെ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമുക്കൊരു ബിസിനസ്സും പ്രൊഫഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് ITR 1, ITR 2, ITR 4 ഒന്നും ഫയൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ITR 3 തന്നെ ഫയൽ ചെയ്യണം. അപ്പോൾ ആ കേസിലാണ് ITR 3, അത് അപ് ടു, അതായത് മറ്റേ 50 lakhs എബോവ് ആയിരിക്കണം നമ്മുടെ ഗ്രോസ് ഇൻകം വരേണ്ടത്. പിന്നെ അടുത്തത് ITR 4 സുഗം ഫോം ഈസ് ദ ഫോർ ദ ടാക്സസ് ഓപ്റ്റഡ് ദ പ്രസംപ്റ്റിംഗ്. ഈ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രാൻസാക്ഷൻ ഉണ്ടാകും, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്യാത്തതുകൊണ്ട് നമ്മളെ ഇൻകം ടാക്സ് അതോറിറ്റി, അതായത് നമ്മളെ ഇൻകം ടാക്സ് ഗവൺമെൻറ് പറഞ്ഞതാണ്, അതായത് നിങ്ങളെ സ്ഥാപനത്തിലെ ഒരു ഇൻകം, അതായത് നിങ്ങളെ ടോട്ടൽ ടേൺ ഓവർ ഇപ്പോൾ ഒരു 50 ലക്ഷം 60 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 8%, അത് 8%, മിനിമം 8%, അതായത് നമ്മുടെ ബാങ്ക് ത്രൂ അല്ലെങ്കിൽ നമ്മൾ മിനിമം 8% നമ്മൾ ഇൻകം കാണിക്കണം, അതായത് വരുമാനം കാണിക്കണം, അതായത് നമ്മൾ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 8% കാണിക്കണം. കൂടാതെ ബാങ്ക് ത്രൂ ആണെങ്കിൽ നമുക്ക് 6% നമുക്ക് കാണിക്കാം. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രിസംപ്റ്റീവ് ഇൻകം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഫോമാണ് ITR 4 ഫോം, സുഗം ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ട, ടോട്ടൽ നമ്മൾ ട്രാൻസാക്ഷൻ്റെ മേലെ നമ്മൾ ഇത്ര ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അങ്ങനെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു രീതിയാണ് സുഗം ഫോം. അത് ഏകദേശം 50 lakhs എബോവ് ആയിരിക്കണം, 2 crore കീഴായിരിക്കണം, എന്തായാലും താഴെ ആയിരിക്കണം.
പിന്നെ ITR 4 സുഖം ഫോം ഈസ് ഫോർ ദ ടാക്സ് പേഴ്സ്. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ITR 3 ആണ്. അടുത്തത് നമ്മൾ ITR 5 ആണ്. ITR 5 പറഞ്ഞു കഴിഞ്ഞാൽ LLP, അതേപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതേപോലെ ആർട്ടിഫിക്കൽ ജൂറിഡിക്കൽ പേഴ്സൺ, അതേപോലെ ബിസിനസ് ഫേംസ്, അതേപോലെ എസ്റ്റേറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അങ്ങനത്തെ കേസിലൊക്കെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ LLP, ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ITR 5 യൂസ് ചെയ്യുന്നത്. അതേപോലെ ITR 6 അതേപോലെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ചില എക്സംപ്റ്റഡ് കേസ് വരുമ്പോഴാണ് ആ ഒരു കേസ് ITR 6 ഉപയോഗിക്കുന്നത്. അതേപോലെ ITR 6 പിന്നെ അതേപോലെ ITR 7 ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ്, അങ്ങനത്തെ കോളേജ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അങ്ങനത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഫയൽ ചെയ്യുമ്പോൾ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ITR 7 യൂസ് ചെയ്യണത്. അപ്പം ഞാൻ ചുരുക്കിയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ മെയിൻലി ITR 1 ITR 2 ഈ കാര്യങ്ങളൊക്കെ എന്തായാലും യൂസ് ചെയ്യേണ്ടത്. എന്തായാലും LLP ഈ കാര്യങ്ങൾ നമ്മൾ ബിസിനസ് ഫേമൊക്കെ ആകുമ്പോൾ എന്തായാലും ഓഡിറ്റഡ് ആയിരിക്കും. ഓഡിറ്റഡ് അതായത് 2 crore മേലൊക്കെ ആണെങ്കിൽ ഓഡിറ്റഡ് ഇത് ഫയൽ ചെയ്യണം. അതായത് 2 crore അല്ല, 1.5 കോടിയുടെ മേലാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 1.5 കോടിയല്ല, 1 കോടിയുടെ മേലാണെങ്കിൽ നമുക്ക് ഓഡിറ്റ് ചെയ്ത് സിയുടെ സൈനോട് കൂടിയാണ് അതിൻ്റെ നമ്മുടെ ഫേമുകളൊക്കെ ചെയ്യേണ്ടത്. ഏത് 1 കോടിയുടെ മേലാണെങ്കിൽ ഫേമ എന്തായാലും ഓഡിറ്റ് ചെയ്യണം. അല്ലാത്ത കേസിലൊക്കെ 1 കോടിയുടെ മേലെ ഉണ്ടെങ്കിൽ ITR 1 ITR 2 ആണ്, അല്ല ITR 2 ITR 3 ഒക്കെ എന്തായാലും നമ്മൾ ഓഡിറ്റ് ചെയ്യണം. ITR 2 ഒക്കെ ഓഡിറ്റ് ചെയ്യണം. ITR 1 ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 50 lakhsന് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലിന് സിമ്പിളായിട്ട് അത് സെൽഫായിട്ട് ചെയ്യാം. ITR 1 നമുക്ക് സാലറി ആയ ആൾക്കാർക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാം. അല്ലാതെ ITR 2 ഒക്കെ കേസിൽ 50 അതായത് ഒരു 1 CRൻ്റെ മേലൊക്കെ ഉണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. സിയുടെ സൈനും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അതിനൊരു ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യണം. പിന്നെ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്ന ITR ഫോമാണ്. ITR സുഖം ഫോമാണ്. അതിൽ നമുക്കൊരു പ്രിസംപ്റ്റീവ് ഇൻകം കേസിൽ വേണമെങ്കിൽ ഫയൽ ചെയ്യാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ആവശ്യകത ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഫോംസിനെ കൊണ്ട്. അപ്പോൾ ITR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിഡ് പേഴ്സൺ കേസിലാണ്. പിന്നെ ITR 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ഇൻകം, അതേപോലെ പ്രൊഫഷനിൽ നിന്ന് ഇൻകം വരുന്ന ആൾക്കാർക്ക് ചെയ്യാനാണ് ITR 2. അതേപോലെ ITR 3 എന്ന് പറയുന്നത് അതായത് നമ്മളെ ഇൻകം ഫ്രം പ്രൊപ്പറേറ്ററി ബിസിനസ്, അതേപോലെ പ്രൊഫഷനും കൂടി ക്യാരി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അത്തരം ആൾക്കാർക്ക് ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ സുഖം ഫോം ഞാൻ പറഞ്ഞു, നമ്മളൊരു പ്രിസംപ്റ്റീവ് ഇൻകം കാണിച്ച് അതിൻ്റെ മേലെ നമ്മൾ ടാക്സ് അടക്കുന്നതാണ് ITR 4. ITR 5 പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, LLP, അതേപോലെ പാർട്ണർഷിപ്പ് ഫേം, അങ്ങനത്തെ കേസാണ്. ITR 6 പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ആ കാര്യങ്ങൾ. ITR 7 അതേപോലെ യൂണിവേഴ്സിറ്റി, കോളേജ് ആ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ചില കേസാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് എന്തായാലും നമുക്ക് ITR 1 എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സൈറ്റിലേക്കൊന്ന് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻകം ടാക്സ് ഈ ഫയലിംഗ് gov.in എന്നുള്ള സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിൽ നമ്മുടെ പാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇൻകം ടാക്സിൽ നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു യൂസർ ID ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസർ ID നമ്മുടെ പാൻ കാർഡ് ആയിരിക്കും. അതുപോലെ നമ്മൾ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാസ്വേഡ് നമ്മൾ അടിക്കുക. പിന്നെ ഇവിടെ ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻകം ടാക്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരും. ഇവിടെ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് പലതരം ഓപ്ഷൻ കാണാം. നമുക്ക് ഡാഷ്ബോർഡിൽ നമ്മൾ പഴയ ഫയൽ ചെയ്തൊക്കെ നമുക്ക് ഇവിടെ വ്യൂ റൂട്ടൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഫിനാൻഷ്യലിലൊക്കെ നമ്മൾ ഫയൽ ചെയ്തതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, ചെക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ B26AS, അതായത് നമ്മുടെ പാൻ കാർഡും എന്തെങ്കിലും TDS എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 26AS എടുത്തിട്ട് ചെക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ആ TDS ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ BSR കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യുമ്പോൾ ആ ടാക്സ് നമുക്കിവിടെ ക്ലെയിം ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസുണ്ട്. 26AS ഉണ്ട്. നമുക്ക് ഈ കേസിൽ നമുക്ക് 26AS ഇല്ല. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് TDSൻ്റെ കേസ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഓൾറെഡി ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19-20 ആണ്. അസസ്മെൻറ്റ് ഇയർ 20-21. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ഇവിടെ നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യണ്ടേ, എങ്ങനെയൊക്കെ ബാക്ക് പോകേണ്ടത്, അങ്ങനെ നമുക്ക് ഓരോ പേജ് സേവ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആധാർ കാർഡ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എന്തായാലും നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെന്നുള്ളത് ഒരു രൂപം നമുക്ക് പറഞ്ഞു തരണം അതിൽ. നമ്മൾ പാർട്ട് എയിൽ പോകണം. പാർട്ട് എയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആധാർ കാർഡ് അതുപോലെ നമ്മുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോരുക. ഇവിടെ നമുക്ക് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മുടെ എന്താ പ്രൈവറ്റാണ്, അതായത് പിന്നെ അതേഴ്സാണ്, നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ അതറാണ്. അപ്പോൾ അതിന് ആ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അതായത് നമ്മുടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കൊടുക്കല്ല. അതായത് നമ്മൾ പാൻ കാർഡ് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. പിന്നെ ഫയൽഡ് ഓൺ ബിഫോർ ഓഫ് ഡ്യൂ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ആർ യു ഫയലിംഗ് റിട്ടേൺ അതിവിടെ നോ കൊടുക്കാം നമുക്ക്. ആർ യു ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ 7th പ്രൊവിഷൻ, നമ്മൾ 7th പ്രൊവിഷൻ അല്ല. or otherwise not required to furnish return of income not to be filed if a person not required to furnish return income under section to filing the income due to fulfilling or one more condition mentioned in the 7th provision. അവിടെ നമ്മൾ നോ കൊടുത്തു. നമ്മൾ നെക്സ്റ്റ് അടിക്കാം നമുക്ക് ഏതായാലും. അടുത്ത കേസ് നമുക്ക് പറയാം. അടുത്ത കേസിൽ നമ്മുടെ ടോട്ടൽ ഇൻകം സാലറി എത്രയാണെന്നുള്ള ആ സാലറി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3,65,000 നമ്മൾ സാലറി. പിന്നെ നമുക്ക് എന്തെങ്കിലും പെൻഷനായിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ടോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് കൊടുക്കുക. അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്യണില്ല, അവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഈ കേസിൽ നമുക്ക് വന്നിട്ടില്ല, ഇയാൾക്ക് ഏതായാലും വന്നിട്ടില്ല. പിന്നെ കൂടാതെ നമുക്ക് എന്തെങ്കിലും എക്സെപ്റ്റിംഗ് ഉണ്ടെങ്കിൽ, അതായത് അല്ല സാലറി പെൻഷൻ കാര്യങ്ങളൊക്കെ എക്സെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കേസ് നമുക്ക് ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും ഗവൺമെൻറ് നമുക്ക് ഈ ഇൻകം ടാക്സ് നമുക്ക് എക്സെപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക. പിന്നെ കൂടാതെ നമ്മൾ ഡിഡക്ഷൻ അണ്ടർ 1650 ഇത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് ഓട്ടോമാറ്റിക്കാണ് വന്നതാണ്. അപ്പോൾ നമ്മൾ 3,60,50,000 കുറച്ച് 3,15 ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ചാർജബിൾ ടാക്സബിൾ ഇനിയിപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ 3,15 അവിടെ 50,000 നമുക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അതായത് സെൽഫ് എക്യുപ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒന്നുമില്ല, അപ്പോൾ നമ്മളത് ഒഴിവാക്കി ഇവിടെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്രോസ് റെൻറ്റ് റിസീവബിൾ ഡ്യൂറിങ് എന്തെങ്കിലും റെൻറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ കൂടാതെ നമുക്ക് ടാക്സ് നമ്മൾ എന്തെങ്കിലും ലോക്കൽ അതോറിറ്റീസിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കുക. അത് നമുക്കിവിടെ ഡിഡക്ഷൻ കിട്ടും. അതായത് ടാക്സ് ലോക്കൽ അതോറിറ്റീസിന് എന്തെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതേപോലെ ആനുവൽ വാല്യൂ അതിവിടെ ഇല്ല, നമുക്ക് ആനുവൽ വാല്യൂ ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് നമ്മൾ എന്തെങ്കിലും ബോറോഡ് ക്യാപിറ്റൽ എന്തെങ്കിലും ക്യാപിറ്റൽ ലോണ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഈ റെൻ്റ് എന്തെങ്കിലും ഏതെങ്കിലും അരിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാത്തുണ്ടെങ്കിൽ അതിൻ്റെ 30% നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലെയിം ചെയ്യാം. കിട്ടാത്തതിൻ്റെ ആ ടോട്ടൽ റെൻറ്റിൻ്റെ നമുക്ക് 30% നമുക്ക് ഡിഡക്ഷൻ കിട്ടും ഇവിടെ. പിന്നെ നമുക്ക് ഈ FD ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ ഫെസ്റ്റിവൽ ഇൻകം എന്നുണ്ടെങ്കിൽ അതർ ഇൻകം, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ്, അതായത് ഫെസ്റ്റിവൽ ഇൻകം, അതേമാതിരി നമ്മുടെ ഈ FD ഇൻട്രസ്റ്റ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, അതേപോലെ ഡെപ്പോസിറ്റ്, ഫാമിലി പെൻഷൻ, അങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻകം ഇവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ ആഡായി വരും നമ്മൾ ഇൻകം. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനത്തെ അത്തരത്തിൽ ഇൻകം ഒന്നും ഇല്ല. അപ്പോൾ നമ്മളത് നമ്മൾ ടോട്ടൽ ഇൻകം ഇപ്പോൾ 3,15 വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ്. അതിവിടെ വന്നിട്ടുണ്ട് 7,900 LICയുടെ. വേറെ മെഡിക്ലെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. ഈ 80C എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസ് അതേപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ ഏതൊക്കെ ട്രാൻസാക്ഷൻ നിങ്ങളെ ഫിനാൻഷ്യറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ടാക്സ് അടച്ചതും അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കറിയണം ഇവിടുത്തെ ഈ ആൾക്ക് ഇവിടെ എന്തായാലും ഇത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫയൽ ചെയ്യാം. എന്തായാലും നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മളെ ടോട്ടൽ ഇൻകം എത്രയാണ്, നമ്മുടെ ടോട്ടൽ ടാക്സ് നമുക്കിവിടെ നമുക്ക് റീഫണ്ടും ഇല്ല, ടാക്സ് നമുക്ക് അടക്കാനൊന്നുമില്ല. നമുക്കിത് നമ്മൾ ടാക്സിൻ്റെ പരിധിക്കുള്ളിലാണ്. നമ്മൾ 5 ലക്ഷത്തിന് മേലാണെങ്കിൽ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടാക്സ് നമുക്ക് ഇതിൻ്റെ അപ് ടു ആ ടാക്സിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് നമുക്ക് ടാക്സ് അടക്കണ്ട. അപ്പോൾ നമുക്കിത് ഫയൽ ചെയ്താൽ മാത്രം മതി. അത് നമ്മളത് സേവ് ഡ്രാഫ്റ്റ് കൊടുത്തു, നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് അടക്കാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടാക്സ് അടച്ചിട്ട് ഇവിടെ നമുക്ക് ടാക്സ് ഡീറ്റെയിൽ എന്നുണ്ടെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ ആ കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അത് നമ്മൾ ടാക്സ് സെൽഫ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാണിക്കണം. TDS ഉണ്ടെങ്കിൽ ഇവിടെ ആ VSR കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. VSR കോഡ് ഇവിടെ ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ കേസിൽ ടാക്സ് ഡീറ്റെയിൽ വരുന്നില്ല. എന്തായാലും നമ്മൾ ടാക്സ് നമുക്ക് ഈ കേസിൽ വരുന്നില്ല.
നമുക്ക് എന്തെങ്കിലും ഫോം 16 എന്തെങ്കിലും TDS കേസ് ആരെങ്കിലും എംപ്ലോയർ ആരെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ 30 അതായത് നമ്മുടെ 3 ലക്ഷത്തിന് മേലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും TDS കട്ട് ചെയ്യണം. അതായത് നമ്മുടെ എംപ്ലോയർ TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. പക്ഷെ നമ്മളെ ഈ കേസിൽ നമ്മൾ TDS കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പരിധിയുടെ ഉള്ളിലാവുകൊണ്ട് നമുക്കത് വന്നിട്ടില്ല ആ കേസിൽ. അപ്പോൾ അടുത്ത കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, അതായത് നമ്മൾ ഇനി എന്തെങ്കിലും ടാക്സ് അടക്കണ്ടെങ്കിൽ അടക്കേണ്ട കേസാണ്. നമ്മൾ ടാക്സ് എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടക്കേണ്ട കേസാണ്. അത് നമുക്ക് അടക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ അടക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് അടക്കാം. അപ്പോൾ നമുക്കിവിടെ അടക്കാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. സെൽഫായിട്ടാണ് ഫയൽ ചെയ്യണത്. സെൽഫ് കൊടുത്തു. പിന്നെ നമ്മൾ ഡേറ്റ് ഡേറ്റിൽ നമ്മൾ പ്ലേസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്തത് ഇത് സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടാക്സ് അടക്കമല്ലേ, നമ്മൾ 5 ലക്ഷത്തിൻ്റെ ഒരു പരിധിക്കുള്ളിലാവുകൊണ്ട് നമുക്ക് ടാക്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഇൻകം മാത്രം ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ആധാർ OTP വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഫയൽ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്. അത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ആണ്. അത് ഫയൽ ചെയ്യണതിൻ്റെ മുമ്പ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കൊടുക്കുക. അപ്പോൾ നമ്മളത് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത് ചില കാര്യങ്ങൾ നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റ് ക്ലെയിമിങ് ഇനി കണ്ടിട്ടുണ്ട്. വെദർ യു ഹാവ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഒന്നാണ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും, നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര 3,65,000 അതിൽ നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് 7,956 ക്ലെയിം ചെയ്തു. ഒരു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് അടക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഫയൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആധാർ OTP വെച്ചിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ആധാർ OTP വെച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ആധാർ OTP നമുക്കൊരു OTP വരും. നമുക്ക് OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലായി. അപ്പോൾ നമുക്കത് ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ റൂട്ട്, അതായത് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. എന്നാൽ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഫയൽ റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് നമ്മളെ ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഫയൽ ചെയ്ത റിട്ടേൺ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് അത് ഈ അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ ITR 5. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത രീതിയാണ് ഇപ്പോൾ ഇത്. അത് നമ്മൾ ഒന്ന് അക്നോളജ്മെൻ്റ് ഒന്ന് സക്സസ് ആവാണ്ട് അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്തതിൻ്റെ ആ ഒരു വെരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റിട്ടേൺ വെരിഫിക്കേഷൻ ഫോം പറഞ്ഞിട്ട് നമുക്കൊരു ബാർകോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോം എന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ITR ഫോം കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ നമുക്ക് ഫോം കിട്ടും, ITR ഫോം കിട്ടും. നമ്മൾ ഇൻകം ടാക്സ് എത്ര ഫയൽ ചെയ്തെല്ലാം ഫോം കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാഷ്ബോർഡ് പോവാം, റിട്ടേൺ ഫോം ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ITR ഫോമിനൊരു ഫോം നമ്മൾ അക്നോളജ്മെൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് ITR 1 ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫയൽ ചെയ്യാം. സാലറീഡ് പേഴ്സൺ ആണെങ്കിലും ഒക്കെ ഇൻഡിവിജ്വൽ ആണെങ്കിലും ചെറിയ ഇൻകം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ITR 1 ഫയൽ ചെയ്യേണ്ട രീതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ കുറേ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ കോളങ്ങളിൽ കൊടുക്കുക എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചൊക്കെ മനസ്സിലായി വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.